കുറെ അതുപോലെ തന്നെ നമ്മുടെ കോളൻ അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന മൈക്രോ ഫ്ലോറ അല്ലെങ്കിൽ മൈക്രോ ബയോട്ട അല്ലെങ്കിൽ ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയ ഇങ്ങനെയുള്ള പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു ഇത്തിരി കുഞ്ഞൻ ബാക്ടീരിയയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അല്ലെ. ബട്ട് ആള് ചെറുതാണെങ്കിലും ആളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലിയതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഗട്ട് നമ്മളൊരു ഫുഡ്, നമ്മൾ ഈ GI ട്രാക്ടിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിലൂടെ ഫുഡ് കഴിക്കുന്നു, അത് ഡൈജസ്റ്റ് ആയി അതിൽ നിന്ന് അബ്സോർപ്ഷൻ നടന്ന് അതിൽ നിന്ന് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ നടക്കുന്നത് വരെയുള്ള പ്രോസസ്സാണ് നമ്മളെ GI സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിനുള്ളത്. അപ്പൊ ഇങ്ങനെ ആ GI സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ ഡൈജഷനെയും അബ്സോർപ്ഷനെയും എലിമിനേഷനെയും സപ്പോർട്ട് ചെയ്യുന്ന ലൈവ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ മൈക്രോ ഫ്ലോറ അല്ലെങ്കിൽ മൈക്രോ ബയോട്ട അല്ലെങ്കിൽ പ്രോബയോട്ടിക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഗട്ട് എന്താന്ന് പറഞ്ഞു, ജസ്റ്റ് ചുരുക്കി നമ്മൾ എന്താണ് മൈക്രോ ഫ്ലോറ എന്ന് പറഞ്ഞു. നമുക്ക് എപ്പോഴാണ് ഗട്ട് ഇഷ്യൂസ് എന്ന് പറഞ്ഞു വരുന്നത്? ഇപ്പൊ ഗട്ട് എന്ന് പറഞ്ഞു ഓക്കെ, ഹെൽത്തി ഗട്ട് ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആൻസൈറ്റഡ് അല്ല അല്ലെ. നമ്മൾ എപ്പോഴാണ് ഈ ഗട്ട് ഇഷ്യൂസ് നമുക്ക് വരുന്നത്? കാരണം നമുക്ക് ചെറിയ ഏജിലൊന്നും നമുക്ക് ഗട്ട് ഇഷ്യൂസ് ഇല്ല അല്ലെ. കാരണം നമ്മളൊരു കുഞ്ഞായിരിക്കുന്നു, ഒരു 6 മാസം പ്രായമുള്ള സമയത്ത് നമ്മൾക്ക് ആദ്യമായിട്ട് ചോറൂണ് നടത്തി. നമ്മൾക്ക് ആ ചോറൂണ് നടത്തിയതിന് ശേഷം നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ മുത്തശ്ശിയോ അമ്മയോ ഒക്കെ നമുക്ക് തരുന്നത് മെയിൻലി നമ്മൾ കൊടുക്കുക പരിപ്പും ചോറും നെയ്യൊക്കെ കുഴച്ചിട്ടായിരിക്കും കൊടുക്കുക അല്ലെ. അപ്പൊ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം പ്രായമായ കുട്ടിക്ക് പരിപ്പ് കുടച്ച് നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഒരിക്കലും ആ കുട്ടിക്ക് എന്ത് വന്നിട്ടില്ല എന്ന്, ഗ്യാസ് ട്രബിളോ ബേണിംഗ് സെൻസേഷനോ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ആ ചെറിയ ഏജിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണത്? കാരണം മെയിൻലി നമ്മൾ ഗട്ടിന് ഒരു ഇഷ്യൂ വരണത് അത് ഒരിക്കലും ഗട്ടിന്റെ മാത്രം ഇഷ്യൂ അല്ല. കാരണം ഗട്ട് ഇഷ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ വരുന്ന പല ഡിസീസുകളെയും നമ്മൾ പറയുന്നത് സൈക്കോസൊമാറ്റിക് ആണ്. കാരണം അത് ബോഡിയുടെ മാത്രം ഇഷ്യൂ അല്ല, മാനസികവും കൂടി അല്ലെങ്കിൽ മനസ്സിന്റെയും കൂടി ചെറിയൊരു പ്രോബ്ലം ആണ് ഇന്ന് കാണുന്ന പല ഡിസീസുകളും. അപ്പൊ നമ്മൾ ഗട്ടിന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മള് ബ്രെയിനും ഗട്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് സെക്കൻഡ് ബ്രെയിൻ ആണ് ഗട്ട് എന്ന് പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് ഗട്ടിനെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾക്ക് പെട്ടെന്ന് ഒരു പാനിക് സിറ്റുവേഷൻ വന്നു. സപ്പോസ് നമ്മളൊരു പട്ടി ഓടിച്ചിടാൻ, ഒരു പട്ടി നമ്മളുടെ ഫ്രണ്ടിലേക്ക് ഓടി വരികയാണ്. നമ്മൾ പെട്ടെന്ന് പേടിച്ചു, അതായത് നമ്മൾ പെട്ടെന്ന് ടെൻസ്ഡ് ആയി. ആ ടെൻസ്ഡ് ആവുമ്പോൾ നമ്മളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താണ് ചെയ്യണത്? നമ്മൾ ഒന്നുകിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് മാറ്റും. ഒന്നുകിൽ നമ്മൾ ആ സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഓടിപ്പോവുക അല്ലെ, ഫ്ലൈ ചെയ്ത് പോവുക. അപ്പൊ ഇങ്ങനെ ഒരു റെസ്പോൺസ് നമ്മുടെ ബോഡിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഉടനെ ബ്രെയിൻ ഗട്ടിന് ഒരു സിഗ്നൽ കൊടുക്കുന്നു. കാരണം നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്ത് ആ എനർജി കൂടി നമ്മുടെ ബോഡിക്ക് ഈ പറയുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, നമ്മൾ വേർപ്പ് കൂടുന്നു, നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, നമ്മുടെ മസിലുകൾ ഓടാൻ വേണ്ടി എനർജി മാക്സിമം ഇതാക്കി അതിനെ റെഡിയാക്കി വെക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗട്ട് ഫങ്ഷൻ മാത്രം, അതായത് ഡൈജഷൻ മാത്രം സ്ലോ ഡൗൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു സിഗ്നൽ എവിടേക്ക് പാസ് ചെയ്തു? ഗട്ടിലേക്ക് പാസ് ചെയ്തു. ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഗട്ട് ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ ഗട്ടിലൊരു പ്രോബ്ലം വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു സിഗ്നൽ എങ്ങോട്ട് പോകുന്നുണ്ട്? ബ്രെയിനിലേക്കും പോകുന്നുണ്ട്. അതായത് ഗട്ടും ബ്രെയിനും കണ്ടിന്യൂസ്ലി വേഗസ് നെർവ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഗട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയൊരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പരിപ്പും പൊട്ടറ്റോ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഇഷ്യൂസ് വരുന്നില്ല. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഇന്ന് പലരും പറയുന്ന പോലെ അസിഡിറ്റിയോ ഹാർട്ട് ബേണോ അങ്ങനെയുള്ള കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ഇഷ്യൂസ് ആ സമയത്ത് നമുക്ക് ഉണ്ടായില്ല. നമ്മൾ ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് മീൻസ് കാമാൻ പോയിട്ടാണ് ഇതുപോലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് കുറെ സാധനങ്ങൾ നമ്മൾ, അതായത് സൊസൈറ്റിയിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കണ്ടീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മളുടെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോ സാധാരണ നമ്മളൊരു ഫുഡ് കാണുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുന്നതിന് മുൻപേ നമ്മളുടെ മൈൻഡിൽ ഗ്യാസ് ഫോം ആവുകയാണ് ചെയ്യുക അല്ലെ. സപ്പോസ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒരു ഉപ്പുമാവ് കണ്ടാൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉപ്പുമാവാണോ ഇന്നത്തെ ദിവസം പോയി. കാരണം അപ്പൊ തന്നെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളൊരു സാധനം ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഉപ്പുമാവ് കഴിച്ചാൽ അന്നത്തെ ദിവസം പോയി. അല്ലെങ്കിൽ ഒരു കപ്പ, നമ്മൾ കപ്പ കഴിച്ചു കഴിയുമ്പോൾ പണ്ടുള്ളവര് മാക്സിമം കഴിച്ചിരുന്നു കപ്പയും കഞ്ഞിയൊക്കെയാണ് അല്ലെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു കപ്പ കഴിക്കുമ്പോൾ പലർക്കും പേടിയാണ്, കപ്പ കഴിച്ചാൽ ഗ്യാസ് ഫോം ആവും. കാരണം ആ കപ്പ കഴിച്ചത് കൊണ്ട് മാത്രമല്ല ഗ്യാസ് ഫോം ആവണത്, ഓൾറെഡി അവര്
മെന്റലി ആ കപ്പയിൽ നിന്ന് ഗ്യാസ് ഫോം ആവും എന്നുള്ളൊരു തോട്ട് അവരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി ഒരാൾക്ക് ഒരു ദിവസം കപ്പ കഴിച്ചപ്പോൾ അയാൾക്ക് ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ വന്നിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ആളുടെ മൈൻഡുമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്ഡോ ടെൻസ്ഡോ ആയതുകൊണ്ടായിരിക്കാം ആൾക്ക് അങ്ങനെ ഗട്ടിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഒരു ഇഷ്യൂ വരുമ്പോൾ ഒരു ഫ്രണ്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ, ഇന്ന് ഞാൻ കപ്പ കഴിച്ചു ഭയങ്കര ഗ്യാസ് ആയിരുന്നു. അപ്പൊ ഫ്രണ്ട് എന്ത് ചെയ്യും, ഒന്നും കൂടെ അതിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ആളും പറയും ശരിയാ കപ്പ കഴിച്ച് എനിക്കും ഗ്യാസ് ട്രബിൾ വരാറുണ്ട് എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ ചിലപ്പോ ലാസ്റ്റ് ഒന്നൊരു ഡോക്ടറെ കാണാൻ പോയാല് ഡോക്ടർ ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ കഴിച്ചത്, കപ്പ. അപ്പൊ ഡോക്ടറും ഉറപ്പിച്ചു കപ്പ കഴിച്ചാൽ ഗ്യാസ് വരും. അപ്പൊ നമ്മൾ മെന്റലി അതിനെ നമ്മൾ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണ്, കപ്പ കഴിച്ചാൽ എനിക്ക് ഗ്യാസ് വരും. അപ്പൊ ഈ പ്രശ്നം ശരിക്കും കപ്പയ്ക്കാണോ അല്ലെങ്കിൽ പൊട്ടറ്റോനോ പരിപ്പിനോ ആണോ? പ്രശ്നം നമ്മളിൽ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പ്രശ്നം അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വരുന്ന പല ഇഷ്യൂസും ഡിസീസുകളും സൈക്കോസൊമാറ്റിക് ആണ്. അത് ഫിസിക്കലി മാത്രമല്ല മെന്റലിയും കൂടെ അതിന് കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ആദ്യം നമ്മള്, പിന്നെ അത് തന്നെയല്ല ഇപ്പൊ നമ്മൾ പലരും ഫുഡ് കഴിക്കുന്നത് ഒട്ടും ടൈമില്ല നമുക്കൊന്നിനും അല്ലെ. ഒരു ഫുഡ് കഴിക്കുമ്പോൾ പോലും പലരും മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് ഇട്ടേക്ക്. ഈ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ കോൺസെൻട്രേഷൻ ഇല്ല, അത് കറക്റ്റ് ആയിട്ട് ചവയ്ക്കുന്നുണ്ടോ എന്ന് അറിയില്ല, എന്താ കഴിക്കുന്നതിന്റെ ടേസ്റ്റ് നമുക്കറിയില്ല, ഇതൊന്നും നമുക്ക് അറിയുന്നില്ല അല്ലെ. നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡോടെ ആ ഫുഡ് കഴിക്കാൻ നോക്കുക. നമ്മളൊരു ഉപ്പുമാവ് കാണുമ്പോൾ അത് ഉപ്പുമാവാണോ, അതല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആളെ നമ്മൾ പറയണം എന്തിനാ ഉപ്പുമാവ് ഉണ്ടാക്കിയതെന്ന് അവരിനെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അത് ഉണ്ടാക്കിയ സ്ട്രഗിള് അതിന്റെ സ്ട്രെയിൻ അവരിനെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡോടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പലരും പല രീതിയിൽ ഇപ്പോ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ചെറിയ സമയത്തൊക്കെ നമ്മളെ വീട്ടുകാർ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ബട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും അത് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ പറയും ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നന്ദിയോടെ അതായത് ഗ്രാറ്റിറ്റ്യൂഡോടെ കഴിക്കണം. അതായത് ആ ഭക്ഷണം കിട്ടിയതിന് നന്ദി പറയണം. അതായത് പലരും പല സ്ഥലത്തും പല രാജ്യങ്ങളിലും ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പൊ ആ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നതിന് നന്ദി പറയാ, ആ ഭക്ഷണം ഉണ്ടാക്കിയ ആളോട് ഗ്രാറ്റിറ്റ്യൂഡ് വേണം. അപ്പൊ ഇതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടെ ഒരു ഭക്ഷണത്തെ നമ്മളെ സ്നേഹിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക്, മെന്റലി ഉള്ള ഇഷ്യൂസ് നമുക്കൊരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമുക്ക് ഗട്ട് ഇഷ്യൂസ് എന്ന് പറയുന്നത്? ഇപ്പൊ പലരും പറയും ഫുഡ് കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ ടെൻഷൻ ആണ്, ഉറങ്ങിയിട്ടില്ല, അങ്ങനെ കുറെ റീസണുകൾ പറയാറുണ്ട് ഗട്ട് ഇഷ്യൂന്. എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ഗട്ട് ഇഷ്യൂസ്? ചിലപ്പോൾ ഗ്യാസ്ട്രിക് ആയിരിക്കാം, അസിഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആവാം, ഹെർട്ട് ബേൺ ആവാം, അല്ലെങ്കിൽ നമുക്ക് IBS IBD പോലുള്ള കുറെ ഇഷ്യൂസ്, അതായത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ആവാം. ഇങ്ങനെയുള്ള ഓരോ ഡിസീസുകളും നമുക്ക് വരുന്നത് മെയിൻലി ഗട്ടിന്റെ ഇഷ്യൂ ആണ് അല്ലെ. അപ്പൊ ഈ ഗട്ടിന് ഇഷ്യൂ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണെന്ന് എക്സാമിൻ ചെയ്യാൻ പറ്റുക? ഇപ്പൊ പലരും പറയാണ് എന്റെ ഗട്ട് ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം എക്സാമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. നമ്മള് ഡെയിലി ടോയ്ലറ്റിൽ പോകുന്ന ആളാണോ, അതായത് ബൗൾ റെഗുലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ബൗൾ റെഗുലാരിറ്റി ഉള്ള ആളാണെങ്കിലും നമ്മൾ ടോയ്ലറ്റിൽ പോയതിനു ശേഷം നമുക്ക് തനിയെ നമ്മുടെ സ്റ്റൂൾ ഒന്ന് എക്സാമിൻ ചെയ്യാം. അതായത് നമ്മളുടെ സ്റ്റൂളിന്റെ കളറ് അതായത് ബ്രൗണിഷ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. രണ്ടാമത് നമ്മളുടെ സ്റ്റൂള് ബൾക്കി സ്റ്റൂൾ ആണോ, അതായത് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് സോസേജ് ഓർ സ്നേക്ക് ലൈക്ക് സ്റ്റൂൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാം. കൂടാതെ ഈ സ്റ്റൂള് ഫ്ലോട്ടിംഗ് ആണ്, അതായത് നമ്മളെ കമ്മോഡിൽ അല്ലെങ്കിൽ ക്ലോസറ്റില് അത് പൊങ്ങിയാണോ കിടക്കുന്നത് അല്ലെങ്കിൽ സിങ്ക് ആയിട്ടാണ് മുങ്ങിയാണോ കിടക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മളിപ്പോ സാധാരണ ഓരോന്നിനും ക്ലാസിഫിക്കേഷൻസ് പറയുന്നത് പോലെ ഹെൽത്തി സ്റ്റൂള് അല്ലെങ്കിൽ ഹെൽത്തി പൂപ്പിന് നമുക്കൊരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ടൈപ്പ് 4 ആണ് ഗട്ട് ഹെൽത്ത് ഉള്ള അല്ലെങ്കിൽ ഹെൽത്തി ഗട്ട് ഉള്ള ഒരാളുടെ എക്സ്ക്രീഷൻ വരുന്നത് ടൈപ്പ് 4 സ്റ്റൂൾ ആണ്. അതായത് അത് വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്നതാവണം, ബ്രൗണിഷ് ആവണം, ബൾക്കി ആവണം, അതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കണം, സോസേജ് ഓർ സ്നേക്ക് ഷേപ്പിലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കാം. അപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ ഗട്ട് ഹെൽത്ത് കംപ്ലീറ്റ് അല്ല. ഓക്കെ, ഇനി ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഉറക്കം കുറയുന്നുണ്ട്, നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കൂല. ചിലവർ പറയും മൗത്ത് അൾസേഴ്സ്, വായില് റൗണ്ടില് അൾസർ പോലെ വരുന്നുണ്ട്, ജോയിന്റ് പെയിൻ ഉണ്ട്, എനർജി ഫ്ലോ മീൻസ് എനർജി ലോ ആണ്, എനർജി ഫ്ലോ കുറവാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ എപ്പോഴും എനർജി കംപ്ലീറ്റ് ഓരോ മെറിഡിയനിലും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനർജി. അത് എനർജി ഫ്ലോ പ്രോപ്പർ ആയിരിക്കണം. നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ഗട്ട് ഹെൽത്ത് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി ലോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇഷ്യൂസ് ഉള്ള ആളാണോ നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം എവിടെയുണ്ട്, ഗട്ടില് നമുക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ,
ഇനി നമ്മളെ ഗട്ടില് ഈ ഇഷ്യൂ ഒന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ഹെൽത്തി ഡൈജഷനെയും ഹെൽത്തി അബ്സോർപ്ഷനെയും എലിമിനേഷനെയും അതുപോലെ തന്നെ ബോഡിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗട്ടിന്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലൈവ് മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ മൈക്രോ ബയോട്ട അല്ലെങ്കിൽ ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയ അല്ലെങ്കിൽ ഗട്ട് ഫ്ലോറ എന്നല്ല നമ്മൾ പറയണത്. നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മെഡിക്കൽ ടേമിൽ പറയുന്നത് പ്രോബയോട്ടിക്സ് എന്നാണ്. ഓക്കെ, നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ പലതും പ്രോബയോട്ടിക് ഫുഡുകളായിട്ട് നമ്മൾക്ക് ഇൻടേക്കിലൂടെ കിട്ടാറുണ്ട്. എക്സാമ്പിൾ ആയിട്ട് യോഗേർട്ട് അല്ലെങ്കിൽ കേട്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാടൻ മോര്, ബട്ടർ മിൽക്ക്, ഇത് കൂടാതെ നമ്മൾ ഫെർമെന്റേഷൻ നടത്തി കിട്ടുന്ന പല ഫുഡുകളിലും പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ ലൈവ് മൈക്രോ ഓർഗാനിസം ഉണ്ട്, അല്ലെങ്കിൽ ഈസ്റ്റ് കോശങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോ ഇതുവരെ ഒന്നും ആൾക്കാർക്ക് അത്ര അറിയില്ലാത്തൊരു സാധനമാണ് കൊമ്പൂച്ച എന്ന് പറയുന്ന ഒരു ഫെർമെന്റഡ് ഡ്രിങ്ക് ഉണ്ട്. അപ്പൊ ഈ കൊമ്പൂച്ച എന്ന് പറയുന്ന ഫെർമെന്റഡ് ഡ്രിങ്കിൽ നമ്മളെ ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയാസ് ഉണ്ട്. കൂടാതെ നമ്മൾ കേരളൈറ്റ്സ് ഒന്നും അത്ര ഉപയോഗിച്ച് കാണാറില്ല. കെഫീർ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ തൈര് അല്ലെങ്കിൽ കേടൊക്കെ പോലെ തന്നെയുള്ള ഒരു ഡയറി പ്രോഡക്റ്റ് തന്നെയാണ് കെഫീർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത തൈരിലുള്ള പ്രോബയോട്ടിക്സിനേക്കാളും ഒത്തിരി ടൈപ്സ് ഓഫ് സ്പീഷ്യസ്, അതായത് ഒരു 36 സ്പീഷ്യസ് പ്രോബയോട്ടിക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു അമേസിങ് പ്രോബയോട്ടിക് ഫുഡാണ് അല്ലെങ്കിൽ ഡ്രിങ്ക് ആണ് കെഫീർ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വെജിറ്റബിൾസ് യൂസ് ചെയ്ത് നമുക്ക് പ്രോബയോട്ടിക് ഫുഡ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ക്യാബേജ് കൊണ്ട്, അതായത് ക്യാബേജ് കൊണ്ട് നമ്മൾ സോർക്രോട്ട് എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സ്പൈസി ആയിട്ടുള്ള കൊറിയൻ ക്യാബേജ് വെച്ചിട്ട് കിംചി എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മൾ പറയല്ലേ പഴങ്കഞ്ഞി. ഈ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ തലേന്ന് എടുത്ത് വെക്കുന്ന ചോറിൽ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ തൈര് ഒഴിച്ച്, ഇപ്പൊ കേർഡ് റൈസ് പോലെയൊക്കെ നമ്മൾ ഒഴിച്ച് വെക്കുമ്പോൾ അത് ഫെർമെന്റഡ് ആയിട്ട് അതിൽ പറയുന്ന ഒത്തിരി പ്രോബയോട്ടിക്സ് നമ്മൾക്ക് കിട്ടാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫാസ്റ്റ് ലൈഫ് അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന പ്രോബയോട്ടിക് ഫുഡുകളൊന്നും നമുക്ക് കഴിക്കുന്ന ശീലം വളരെ കുറവാണ്. കൂടാതെ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഗട്ടിലെ പ്രോബയോട്ടിക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് കൊണ്ട് ആ പ്രോബയോട്ടിക്സ് നശിച്ചു പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. നമ്മൾ ഉപയോഗിക്കുന്ന അമിതമായ ആൽക്കഹോൾ കൺസംഷൻ ഉള്ള ആളുകൾക്ക് പ്രോബയോട്ടിക് തീരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രോസസ്ഡ് ഫുഡ് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓവർ ഷുഗറി കണ്ടന്റ് ഉപയോഗിക്കുന്നവർക്ക് പിന്നെ ഫുഡ് അഡിറ്റീവ്സ് ഉപയോഗിക്കുന്നവർക്കൊക്കെ നമ്മളുടെ വയറിലുള്ള ഈ ഹെൽത്തി ബാക്ടീരിയാസ് തുലവും കുറവായിരിക്കും. പിന്നെ മെയിൻലി ഇത് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആന്റിബയോട്ടിക്സിന്റെ യൂസേജ് ആണ്. ഈ ആന്റിബയോട്ടിക്സിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? നമ്മളുടെ ബോഡിയിലെ രോഗത്തിന് കാരണമായ ഒരു പാത്തോജനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുക, അല്ലെ? ഈ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും അത് നമ്മുടെ ഗട്ട് ഹെൽത്തി അല്ലെങ്കിൽ ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയ ആണോ അല്ലെങ്കിൽ ഒരു പാത്തോജൻ ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യാതെ നമ്മൾ പറയാറില്ല കാടടച്ച് വെടിവെക്കുക എന്നൊക്കെ പറയണ പോലെ ഒരു കൊളാറ്ററൽ ഡിസ്ട്രോയിങ് ആണ് നടക്കുക. അതായത് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളെയും നശിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് ആന്റിബയോട്ടിക് വർക്ക് ചെയ്യണത്. അപ്പൊ ഇങ്ങനെ ആന്റിബയോട്ടിക്കിന്റെ കൺസംഷൻ കൊണ്ടും അല്ലെങ്കിൽ ചില മെഡിക്കേഷൻ, അതായത് നമ്മൾ ആസിഡ് ബ്ലോക്കേഴ്സ് പോലുള്ള പല മെഡിക്കേഷൻസും വരും. അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കേഷൻസ് വരുമ്പോൾ നമ്മുടെ ഗട്ടിന്റെ ഈ ഇക്കോസിസ്റ്റം, അതായത് ഗട്ടിന്റെ നമ്മളുടെ ഈ ബാക്ടീരിയ വളരാനുള്ള pH ചേഞ്ച് വരും. അങ്ങനെയും നമുക്ക് ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയന്റെ കുറവ് നമുക്ക് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണ് നമ്മളെ ഗട്ട് ബാക്ടീരിയാസിന്റെ കുറവ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സ്വയം തന്നെ ആലോചിക്കുക. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല, ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ ഗട്ട് മൈക്രോബാസിലസിന്റെ കുറവിന് കാരണമാവാറുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ ഗട്ടില് എത്ര പ്രോബയോട്ടിക് ആണ് നമ്മൾക്ക് ആവശ്യം, അല്ലെങ്കിൽ എത്ര അളവിലാണ് നമുക്ക് ഈ പറയുന്ന മൈക്രോബയോട്ടയുടെ ആവശ്യം? അതായത് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 1.3 to 1.4 കിലോഗ്രാം വെയിറ്റ് വരുന്നതാണ് നമ്മുടെ ബ്രെയിൻ. നമ്മൾ ആദ്യമേ പറഞ്ഞു ഗട്ടും ബ്രെയിനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ ആയിട്ടുള്ള ഗട്ടില് ഏതാണ്ട് ഒരു 2 kg വെയിറ്റിൽ വരുന്ന മൈക്രോ ഓർഗാനിസം, അതായത് മൈക്രോബയോട്ട ഉണ്ടാവണമെന്നാണ് പറയണത്. അതായത് നമ്മൾ നമ്പറിൽ പറയുകയാണെങ്കിൽ 200 ബില്യൺ കോളനീസ് ഓഫ് ബാക്ടീരിയാസ് ആണ് നമ്മളുടെ ഗട്ട് ഹെൽത്തിന് നമുക്ക് ആവശ്യം. ഈ 200 ബില്യൺ കോളനീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ പ്രോബയോട്ടിക്കിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് കോളനി വൈസ് ആണ്, എത്ര കോളനിയാണ്. അപ്പൊ 200 ബില്യൺ കോളനി എന്ന് പറയുമ്പോൾ എത്രയാണ് ഒരു കോളനി? അതായത് 200 ബില്യൺ മൈക്രോബാസിലസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മൈക്രോബയോട്ടയെയാണ് നമ്മൾ ഒരു കോളനി ആക്കുന്നത്. അപ്പൊ 200 ബില്യൺ വരുന്ന 200 ബില്യൺ കോളനീസ് ഓഫ് ബാക്ടീരിയാസ് നമ്മളെ ഗട്ടില് ഉണ്ടാവണം. ഓക്കെ,
ഇനി ഈ ബാക്ടീരിയയുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയയാണ് നമ്മളുടെ ബോഡിയിൽ ഡൈജഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അബ്സോർപ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ എലിമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ഗട്ട് ഫ്രണ്ട്ലി അല്ലെങ്കിൽ പ്രോബയോട്ടിക് ബാക്ടീരിയാസ് ആണ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹോർമോൺസും ഇതെല്ലാം പ്രൊഡ്യൂഷൻ ചെയ്യുന്നത് നമ്മുടെ ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയാസ് ആണ്. അതായത് നമുക്കറിയാം നമ്മളുടെ മൈൻഡിന്റെ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മളുടെ മൂഡ് റെഗുലേറ്റർ ആണ് നമ്മൾ പറയുന്ന സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഈ സെറട്ടോണിൻ 90% ഉണ്ടാക്കുന്നത് ഗട്ട് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഗട്ട് മൈക്രോബയോട്ടയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക് ഡോപ്പാമൈൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗാബ എന്ന് പറഞ്ഞ നമുക്ക് കാമിങ് ഒരു ഹോർമോൺ ആണ് ഗാബ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന്റി ആങ്സൈറ്റി വരുത്തുന്ന ഒരു, അതായത് ആങ്സൈറ്റി കുറയ്ക്കുന്ന ഒരു ഹോർമോൺ ആണ് ഗാബ എന്ന് പറയുന്നത്. അപ്പൊ ഡോപ്പാമൈനും സെറട്ടോണിനും ഗാബയുടെയും പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ലൈവ് ഓർഗാനിസം ആണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. ഈ പ്രോബയോട്ടിക് അല്ലെങ്കിൽ മൈക്രോബയോട്ട നമുക്ക് ഒത്തിരി വിറ്റമിൻ സിന്തസിസ് നടത്തി തരുന്നുണ്ട്. നമുക്ക് വിറ്റമിൻ ബി സിന്തസിസ് നടത്തുന്നുണ്ട്. അതായത് നമ്മൾ മൗത്ത് അൾസർ വരുമ്പോൾ നമ്മൾ പലരും ബി കോംപ്ലക്സ് വാങ്ങി കഴിക്കാറുണ്ട് അല്ലെ. ഈ ബി കോംപ്ലക്സ് വാങ്ങി കഴിക്കുന്നവര് ആ ബി കോംപ്ലക്സ് വാങ്ങി കഴിച്ചിട്ട് അവരുടെ മൗത്ത് അൾസറിനെ ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. ബട്ട് അപ്പോഴും അവരുടെ ആക്ച്വൽ പ്രോബ്ലം മാറുന്നില്ല. ആക്ച്വൽ പ്രോബ്ലം മാറണം എന്നുണ്ടെങ്കിൽ അവര് ഗട്ട് മൈക്രോബയോട്ടയെ നറിഷ് ചെയ്യണം. ഈ ഗട്ട് മൈക്രോബയോട്ടനെ നറിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള പ്രോബയോട്ടിക് ഫുഡിലൂടെയോ സപ്ലിമെന്റിലൂടെയോ നമ്മൾ കൺസ്യൂം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഗട്ടില് ആവശ്യത്തിനുള്ള ബാക്ടീരിയാസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ ആവശ്യമുള്ള ബാക്ടീരിയാസിനെ നമ്മൾ ഗട്ടിലേക്ക് കൊടുത്താൽ മാത്രം പോരാ, ആ ബാക്ടീരിയാസിനെ നറിഷ് ആക്കാൻ വേണ്ടിയിട്ട് ആ ബാക്ടീരിയക്കുള്ള ഫുഡും കൂടെ നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി സാധാരണ നമ്മൾ പലരും പറയുന്നു ഗട്ട് ഇഷ്യൂ ഉള്ള എല്ലാവരുടെയും മെയിൻ ഇഷ്യൂ ആണ് ഭയങ്കര സ്ട്രെസ് ആണ്, ടെൻഷൻ ആണ്, ആങ്സൈറ്റി ആണ്, സ്ലീപ്പ് അപ്നിയ ആണ്, അതായത് ഉറക്കില്ല അവർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗട്ടും ബ്രെയിനും തമ്മിൽ ഒരു ആക്സിസ് ഉണ്ട്. ഗട്ട് ബ്രെയിൻ ആക്സിസ് ആണ് ഈ ഒരു ഇഷ്യൂവിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു സിവിയർ ആയിട്ടുള്ള ഒരു സ്ട്രെസ് വന്നാൽ അല്ലെങ്കിൽ സിവിയർ ആയിട്ടൊരു മെന്റൽ ഇഷ്യൂ വന്നാൽ ഓട്ടോമാറ്റിക് ആ മെന്റൽ ഇഷ്യൂ നമ്മൾ ഗട്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഗട്ടിൽ നിന്ന് ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്ന് ഗട്ടിലേക്കും കണ്ടിന്യൂസ്ലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ നമ്മള് വാഗസ് നെർവ് വഴി നമ്മളെ ഗട്ട് ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഗട്ട് ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഒരു സൈക്കോളജിക്കൽ ഫീൽ, അതായത് സൈക്കോളജിക്കൽ സ്ട്രെസ് നമ്മളുടെ ഗട്ട് ഇഷ്യൂ, അതായത് ഗട്ട് ഇഷ്യൂ ട്രിഗർ ചെയ്യാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾക്കൊരു ക്രോണിക് ഗട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഗട്ട് ഇഷ്യൂ നമ്മുടെ ബ്രെയിനിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഗട്ടും ബ്രെയിനും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്, അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഗട്ട് അപ്സെറ്റ് ആയാൽ നമുക്ക് ഉടനെ എന്ത് പറ്റുന്നു, മൈൻഡ് ഔട്ടായി. ഇനി മൈൻഡ് ഇഷ്യൂ എന്തെങ്കിലും വന്നാൽ ഗട്ട് അപ്സെറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മള് ഗട്ടും മൈൻഡും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മള് ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയാസിനെ നറിഷ് ചെയ്ത് മെന്റൽ ഹെൽത്ത് കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയാസ് നമ്മൾ ഫുഡിലൂടെയോ നമ്മളെ സപ്ലിമെന്റിലൂടെയോ നമ്മൾ കറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യണം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മളിത് കൺസ്യൂം ചെയ്ത് ആ ബാക്ടീരിയാസ് നറിഷ് ആയി കഴിയുമ്പോഴാണ് ഈ പറയുന്ന ഹോർമോണൽ പ്രൊഡക്ഷൻ, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രൊഡക്ഷൻ പ്രോപ്പർ ആവുകയും നമ്മൾക്ക് മെന്റൽ ക്ലാരിറ്റിയോടെ മൈൻഡ് ഫുൾനെസ്സോടെ നമുക്ക് ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞ ഈ ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയക്ക് കൊടുക്കേണ്ട ഫുഡ്, ഈ ഫുഡ് നേരത്തെ ഇതിന് കുറെ കാലം മുന്നേ നമുക്ക് വന്നിരുന്നത് ഒരു പ്രോബയോട്ടിക് ആണെങ്കിൽ പ്രോബയോട്ടിക് മാത്രമുള്ള ഒരു സപ്ലിമെന്റ് ആയിരുന്നു. പ്രോബയോട്ടിക്കിന്റെ ഫുഡായിട്ട് വരുന്ന പ്രീബയോട്ടിക് എന്ന് പറയുന്നത് വേറെ സപ്ലിമെന്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾക്ക് നമ്മളെ സീറോഹാം തരുന്ന സപ്ലിമെന്റ് അല്ലെങ്കിൽ സീറോഹാം തരുന്ന ഗട്ട് ഹെൽത്തിനുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗട്ട് ആർമി ഡെയിലി സിൻബയോട്ടിക്സ് എന്നാണ് പറയുന്നത് അല്ലെ. ഈ സിൻബയോട്ടിക്സ് അത് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള വേർഡാണ്. ഗട്ട് ആർമി ഡെയിലി സിൻബയോട്ടിക്സ് ആണ്, ആ വേർഡിൽ തന്നെ കംപ്ലീറ്റ് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഈ ഗട്ട് ആർമി എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം ഈ പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ മൈക്രോബയോട്ട എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു മിലിറ്ററി സിസ്റ്റം പോലെയാണ് വർക്ക് ചെയ്യണത്. കാരണം മിലിറ്ററി സിസ്റ്റം എപ്പോഴും നമ്മൾ പറയല്ലേ നമ്മളെ ബോർഡർ പ്രൊട്ടക്ട് ചെയ്യുന്ന പറയണ പോലെ നമ്മളുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ പറയുന്ന നമ്മുടെ ഗട്ട് ആർമി ആയിട്ടുള്ള മൈക്രോബയോട്ട അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം തന്നെയാണ്. അപ്പൊ ഈ ഗട്ട് ആർമി അല്ലെങ്കിൽ ഈ മൈക്രോബയോട്ട ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ വയറിലേക്ക്
അക്രമകാരികളായ ബാക്ടീരിയയെ വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് ഈ പറയുന്ന ഗട്ട് മൈക്രോബാസിലസ് ആണ്, അല്ലെങ്കിൽ ഗട്ട് മൈക്രോബയോട്ടയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് തന്നെ ആപ്റ്റ് ആണ്, ഗട്ട് ആർമി എന്നാണ്. ഈ ഗട്ട് ആർമി നമുക്ക് പ്രോബയോട്ടിക് പ്രീബയോട്ടിക് കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയണത്, സിൻബയോട്ടിക് എന്ന് പറയണത്. അതായത് പ്രോബയോട്ടിക് മാത്രം ഉണ്ടായാൽ പോരാ, ആ പ്രോബയോട്ടിക്കിനെ നറിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രീബയോട്ടിക്കും കൂടെ സപ്ലൈ ചെയ്യണം അല്ലെ. ഈ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ജസ്റ്റ് ഞാനൊന്ന് പറയാം. നമ്മളെ പ്രൊഡക്റ്റിൽ ആ ബോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് 100 ബില്യൺ CFU എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ഈ പറയുന്ന പ്രോബയോട്ടിക്കിനെ മെഷർ ചെയ്യുന്നത് കോളനികളായിട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റില് പെർ 1 ഗ്രാം 1 ഗ്രാം നമ്മളെ ഗട്ടാർമി എന്ന് പറയുന്ന ആ ക്യാപ്സൂൾ യൂസ് ചെയ്യുമ്പോൾ ആ ക്യാപ്സൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 100 ബില്യൺ CFU ആണ്. അതായത് 100 ബില്യൺ കോളനി ഫോമിംഗ് യൂണിറ്റ്സ് ആണ് നമ്മളുടെ ഗട്ടിലേക്ക് നമ്മൾ നറിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ഗട്ടാർമിയിൽ വരുന്നത് 10 ടൈപ്പ് ഓഫ്, അതായത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള 10 ടൈപ്സ് ഓഫ് പ്രോബയോട്ടിക് സ്ട്രെയിൻസ് ആണ്. അതായത് ലാക്ടോബാസിലസ്, അതായത് ബിഫിഡോ ബാക്ടീരിയം പോലുള്ള 10 സ്പീഷ്യസ് മൈക്രോ ബാസിലസിനെയാണ് നമ്മളുടെ ഗട്ടാർമി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു 10 ഡിഫറെന്റ് സ്ട്രെയിൻസ് അതിനകത്ത് പ്രോബയോട്ടിക് ആയിട്ട് വരുന്നുണ്ട്. ഈ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താണ്, അത് ഗട്ട് ഫ്രണ്ട്ലി അല്ലെങ്കിൽ മൈക്രോ ബാസിലസ് അല്ലെങ്കിൽ ലൈവ് ഓർഗാനിസം ആണെന്ന് പറഞ്ഞു. ഈ ഓർഗാനിസം നമ്മളെ ഇൻടേക്കിലൂടെ നമ്മളുടെ ഗട്ടിലേക്ക് എത്തുന്നുണ്ട്. ബട്ട് ആ ഗട്ടിലേക്ക് എത്തുന്ന ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് നറിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഫുഡും കൂടെ നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റിലോടൊപ്പം തന്നെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിൻബയോട്ടിക് എന്നുള്ള നെയിമിലേക്ക് അത് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന മൈക്രോ ബാസിലസിനെ ഫുഡായിട്ട് കൊടുക്കുന്നത് നമ്മളുടെ ഈ പ്രൊഡക്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇനുലിൻ എന്ന് പറയുന്ന ഒരു പ്രീബയോട്ടിക് ആണ്. കൂടാതെ സൈലിയം ഹസ്ക് എന്ന് പറയുന്ന വേറൊരു പ്രീബയോട്ടിക്കും കൂടെ നമ്മളുടെ ഈ പറയുന്ന ഗട്ടാർമിയിൽ നമ്മൾ സീറോഹാം ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ? ഇനുലിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചിക്കറി പോലുള്ള ഇതിന്റെ റൂട്ടിൽ നിന്ന്, വേരിൽ നിന്ന് എടുക്കുന്ന ഒരു വാട്ടർ സോല്യൂബിൾ ഫൈബറിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രീബയോട്ടിക് എന്ന് പറയാ. അതുപോലെ തന്നെ നമ്മൾ സൈലിയം ഹസ്ക് എന്ന് പറയുന്നത് ഒരു ഇസാബുഗോൾ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അതായത് അത് കുതിരയുടെ ചെവി പോലെ ഇരിക്കുന്ന അശ്വബോള എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിന്റെ വിത്താണ്. ആ വിത്തിന്റെ തൊണ്ടും പൗഡർ തന്നെയാണ് നമ്മൾ എന്ത് പറയണത്, സൈലിയം ഹസ്ക് എന്ന് പറയണത്. സാധാരണ എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും അത്ര മാത്രം ഈ പറയുന്ന ഇസാബോള യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ബട്ട് ലക്ഷദ്വീപിലുള്ള ആളുകളൊക്കെ അവരുടെ നോമ്പ് സമയത്ത് നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രിങ്ക്സിന്റെ കൂടെയും ഈ പറയുന്ന ഇസാബോള യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ജസ്റ്റ് വെള്ളത്തിലിടുമ്പോൾ നമ്മളുടെ എന്താ പറയാ കസ്കസ് അല്ലെങ്കിൽ ചിയാ സീഡൊക്കെ പോലെ കുറച്ച് സൈസ് കൂടി ഒരു വഴുവഴുപ്പുള്ള ഒരു ഫോമിലേക്ക് മാറുന്ന ഒരു സീഡാണ് ഈ പറയുന്ന ഇസാബോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രീബയോട്ടിക് ഇസാബോളിന്റെ ഹസ്ക് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇസാബോളിന്റെ ഹസ്ക് അല്ലെങ്കിൽ ഇനുലിൻ എന്ന് പറയുന്ന വാട്ടർ സോലുബിൾ ഫൈബർ എങ്ങനെയാണ് നമ്മളുടെ ഈ പ്രോബയോട്ടിക്കിനെ ഫുഡായിട്ട് മാറുന്നത്? നമ്മൾ ഇത് കഴിക്കുമ്പോൾ, ഇത് വാട്ടർ സോലുബിൾ ഫൈബർ ആണ്, ഇത് നമ്മളെ ചെറുകുടലിലെ ഡൈജഷൻ ഒന്നും നടക്കില്ല. അത് നേരെ പോകുന്നത് നമ്മളുടെ വൻകുടലിലെ കോളനിലേക്കാണ്. കോളനിൽ ചെന്ന് നമ്മളുടെ ഈ പറയുന്ന ലൈവ് മൈക്രോ ഓർഗാനിസം ഈ പ്രീബയോട്ടിക് ഫൈബേഴ്സിനെ പ്രോബയോട്ടിക്കിന്റെ, അതായത് ഈ ഓർഗാനിസത്തിന്റെ എൻസൈമുകൾ ഉപയോഗിച്ച് ഫെർമെന്റേഷൻ നടത്തുന്നു. ഇങ്ങനെ ഫെർമെന്റേഷൻ നടത്തുമ്പോൾ ഈ അത് ഭക്ഷണമായിട്ട് യൂസ് ചെയ്ത് ഈ ബാക്ടീരിയാസ് നറിഷ് ആവുകയും അത് ത്രൈവ് ചെയ്യാൻ, അതായത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പം കഴിയുകയും ചെയ്യുന്നു. അതായത് അവരെ നറിഷ് ചെയ്യാനുള്ളൊരു ഫുഡായിട്ടാണ് നമ്മൾ ഈ പ്രീബയോട്ടിക് യൂസ് ചെയ്യണത്. അപ്പൊ ഇങ്ങനെ ഈ ഫെർമെന്റേഷൻ നടക്കുന്നത് വഴി നമ്മളുടെ ബോഡിയിൽ ഒത്തിരി റിയാക്ഷൻസ് വരുന്നുണ്ട്. അതായത് ഒത്തിരി ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ കോളന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുക. അപ്പൊ ഈ കോളന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നതിലൂടെ നമ്മൾക്ക് നമ്മളെ ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയാസിന് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ്, അതായത് അവരുടെ മിനറൽ അബ്സോർപ്ഷൻ, അതുപോലെ തന്നെ വിറ്റമിൻ സിന്തസിസ്, ഇതൊക്കെ നടത്താനായിട്ടുള്ള കഴിവ് കൂടുകയാണ് ചെയ്യണത്. ഓക്കെ,
ഇനി നമ്മളിപ്പോ ഈ പറയുന്ന ഇത് കമ്പനി തന്നെ പറയുന്നുണ്ട് 90 ഡേയ്സ് കൺസംഷൻ എന്നാണ് പറയണത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഒരു 90 ഡേയ്സ് കൺസംഷൻ അല്ല നമ്മൾ ഈ പറയുന്ന ഗട്ടാർമിക്ക് കൊടുക്കേണ്ടത്. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലം നമ്മളുടെ ഗട്ട് ഹെൽത്ത് ആവശ്യമാണ്. കാരണം ഗട്ടാണ് നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കേണ്ടത്. ഈ ഗട്ടിന്റെ ഹെൽത്ത് ആണ് നമ്മളുടെ പറയാറുണ്ട് എപ്പോഴും വയറിന്റെ ആരോഗ്യമാണ് മനസ്സിന്റെ സൗന്ദര്യം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മളെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മളെ ടോട്ടൽ എന്താ പറയാ ഫിസിക്കലിയും സൈക്കോളജിക്കലിയും ഉള്ള വെൽബീയിങ് ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ നമ്മൾക്ക് മെന്റലിയും ഫിസിക്കലിയും ഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ഗട്ട് ആർമി ഡെയിലി സിൻബയോട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഡെയിലി സിൻബയോട്ടിക് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് കുറയുകയും നമുക്ക് ഫുഡിലൂടെ കിട്ടുകയാണെങ്കിൽ അത് മതി. പക്ഷെ നമ്മൾ ഫുഡ് ഇൻടേക്കിലൂടെ പ്രോപ്പർ ആയിട്ട് അത് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഫുഡിലൂടെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ സപ്ലിമെന്റേഷൻ ചെയ്യാറില്ല സാധാരണ. പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾക്ക് കഴിക്കേണ്ടുന്ന ഒരു 65ഓളം ന്യൂട്രിയൻസ് ഡെയിലി നമ്മുടെ ഫുഡ് ഇൻടേക്കിലൂടെ നമുക്ക് കിട്ടണം. ബട്ട് ആ കിട്ടേണ്ടുന്ന ആവശ്യമുള്ള ഡെയിലി കിട്ടേണ്ട ന്യൂട്രിയൻസിൽ ഒരു 25 ന്യൂട്രിയൻസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഡെയിലി. കാരണം നമ്മളുടെ കേരള ഡയറ്റ്സ് നോക്കി അറിയാൻ പറ്റും, നമ്മുടെ മെനു നോക്കി അറിയാം നമുക്ക് ഡെയിലി നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് 65ഓളം ന്യൂട്രിയൻസിന് പകരം ഒരു 25 ന്യൂട്രിയൻസ് മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നുള്ളൂ. ഇനി കിട്ടുന്ന ന്യൂട്രിയൻസ് ആണെങ്കിൽ തന്നെ അത് മതിയായ അളവിലല്ല, അതൊരു നോമിനൽ എമൗണ്ടിൽ മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് ഈ പറയുന്ന ന്യൂട്രിയൻസ് കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുഡിലൂടെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ കമ്പൽസറി നമ്മൾ സപ്ലിമെന്റേഷനിലൂടെ നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന ഗട്ടാർമിന്റെ വില നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഒരു പ്രോബയോട്ടിക് അല്ലെങ്കിൽ ഒരു പ്രീബയോട്ടിക് രണ്ടും കൂടെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ മിനിമം ഒരു 2500 റുപ്പീസ് എങ്കിലും ആവാറുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രീബയോട്ടിക്കിന് മാത്രം 750 റുപ്പീസ് ആണ് വില. അപ്പൊ നമ്മൾ ഈ പ്രീബയോട്ടിക്കിന് 750 കൊടുക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ കൊടുക്കേണ്ട പ്രോബയോട്ടിക്കിന് നമ്മൾ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് നമ്മൾ ഇതുവരെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ് ആന്റിബയോട്ടിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബയോട്ടിക് പ്രീബയോട്ടിക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് ഗട്ട് ഹെൽത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കണം. കാരണം നമുക്കറിയാം നേരത്തെയുള്ള സമയങ്ങളിലൊക്കെ ആരെങ്കിലും ഒരാൾ ഒരു അലോപ്പതി മെഡിസിൻ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഗട്ടിന്റെ ചേഞ്ച് ഫീൽ ആവും. കാരണം അവർ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ തന്നെ അവരുടെ ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയ എല്ലാം നശിച്ച് അവരുടെ ഗട്ട് ഹെൽത്ത് പോയിട്ടുണ്ടാവും. അതായത് അവർക്ക് വിശപ്പുണ്ടാവില്ല, ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല, വായക്ക് കയ്പുണ്ടാവും, മീൻസ് കോൺസ്റ്റിപ്പേഷൻ, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇതുപോലുള്ള ഇഷ്യൂസ് വരുന്നത് നമ്മളൊരു ആന്റിബയോട്ടിക് എടുക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗട്ടിനെ നറിഷ് ചെയ്യാൻ വേണ്ടി അതോടൊപ്പം കഴിക്കേണ്ടതാണ് പ്രോബയോട്ടിക് പ്രീബയോട്ടിക് അല്ലെങ്കിൽ അതിന്റെ സിനർജസ്റ്റിക് കോമ്പിനേഷൻ ആയിട്ട് വരുന്ന സിൻബയോട്ടിക് നമ്മൾ മസ്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്തിരിക്കണം എന്നാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇത് കഴിച്ചാൽ നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ നമുക്ക് പറയാം, നമ്മൾ കൊടുക്കുന്നവരോട് നിങ്ങൾ ഇത് കഴിച്ചിട്ട് 4th ഡേ മുതൽ നിങ്ങൾക്ക് റിസൾട്ട് ഗ്യാരണ്ടി ആണ്. കാരണം നമുക്ക് 500% ഉറപ്പിച്ച് പറയാം, നിങ്ങളെ 4th ഡേ മുതൽ നിങ്ങൾക്ക് ഇത് ഗ്യാരണ്ടി ആണ്. കാരണം നമ്മൾ ആ 3 ദിവസം ഇത് കഴിക്കുമ്പോൾ നമ്മളെ വയറിൽ പറയുന്ന 10 സ്ട്രെയിൻസ് ഓഫ് പ്രോബയോട്ടിക്സ് എത്തി. അത് ഈ പറയുന്ന പ്രീബയോട്ടിക് ഫെർമെന്റേഷൻ നടന്ന് അതിനാണ് ഒരു 4 ഡേയ്സ് നമ്മൾ പറയാൻ പറഞ്ഞത്. അപ്പൊ ഇന്ന് കഴിച്ചു നാളെ റിസൾട്ട് എന്ന് പറയണ്ട, നിങ്ങൾക്ക് ഗ്യാരണ്ടിയോടെ പറയാം ഒരു 4 ഡേയ്സ് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ഗട്ടില് ഒത്തിരി ചേഞ്ചുകൾ ഫീൽ ആവും. അപ്പൊ അവര് തന്നെ അവരെ ഫോളോ അപ്പ് നടത്തുമ്പോൾ അവര് തന്നെ നമ്മളുടെ അടുത്ത് പറയും, ശരിയാണ് എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, എനിക്കത് കഴിച്ചപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം കുറഞ്ഞു, അതുപോലെ ബേണിംഗ് സെൻസേഷൻ കുറഞ്ഞു, കോൺസ്റ്റിപ്പേഷൻ മാറി, ബൗൾ റെഗുലാരിറ്റി കിട്ടി, ഇങ്ങനെയുള്ള കുറേ റിസൾട്ടുകൾ അവർ തന്നെ പറയും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗട്ടാർമി ഡെയിലി സിൻബയോട്ടിക് കഴിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്ന് നമ്മൾ അവരെ അവെയർ ആക്കണം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റണത്? പ്രോപ്പർ ഡൈജഷനും പ്രോപ്പർ ന്യൂട്രിയന്റ് അബ്സോർപ്ഷനും വരും. അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിന് നല്ല റിലീഫ് വരുന്നുണ്ട്. നമുക്ക് നല്ല സ്ലീപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് സ്ലീപ്പ് ആവുന്നുണ്ട്. കൂടാതെ നമ്മൾക്ക് പലർക്കും ഈ പറയുന്ന ഗട്ട് ഇഷ്യൂ ഉള്ളവർക്ക് ഹെഡേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഹെഡേക്ക് മാറിയ റിസൾട്ട് നമുക്ക് പലർക്കും പറയാൻ പറ്റും. പിന്നെ ജോയിന്റ് പെയിൻ വരുന്നവർക്ക് ജോയിന്റ് പെയിൻ ഇഷ്യൂ നമുക്ക് പറയാൻ പറ്റും. കൂടാതെ ഇതിനേക്കാളെല്ലാം ഉപരി ഇപ്പൊ പലരും അനുഭവിക്കുന്നതാണ് മെന്റൽ ഇഷ്യൂസ് അല്ലെ. അതായത് സൈക്കോളജിക്കൽ ഇഷ്യൂസ്, പലർക്കും സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, മൂഡ് ഡിസോർഡർ, മൂഡ് സ്വിംഗ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെല്ലാം നമുക്ക്
വളരെ വളരെ ഗ്യാരണ്ടിയോടെ നമുക്ക് പറഞ്ഞ്, അതായത് അവർക്ക് അവയർനെസ് കൊടുക്കണം. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്ത ഒരു പ്രൊഡക്റ്റ് വിൽപ്പനയേക്കാൾ ഉപരി, ജസ്റ്റ് മനോജ് സാർ പറഞ്ഞു, നമ്മളൊരു പ്രൊഡക്റ്റ് വിൽപ്പനക്കാര് മാത്രമാവാതെ നമ്മുടെ മിഷൻ എന്താണ്? 100 ഹെൽത്തി ഫാമിലിയാണ് നമ്മളുടെ മിഷൻ. അപ്പൊ നമ്മളൊരു ഫാമിലിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്സോ റിലേറ്റീവ്സിന്റെ അടുത്ത് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂസ് വരാനുള്ള കാരണം, എന്താണ് ഇതിന്റെ ആവശ്യകത, നിങ്ങൾ എത്ര ദിവസമാണ് ഇത് കഴിക്കേണ്ടത്, പ്രത്യേകിച്ച് മലയാളികളെ നമ്മൾ എന്ത് സാധനം കൊടുക്കുമ്പോൾ ഫസ്റ്റ് അവരുടെ ക്വസ്റ്റ്യൻ എന്താ, എത്ര ദിവസം കഴിക്കണം? അത് നമ്മളുടെ അടുത്ത് മാത്രമേ ചോദിക്കുള്ളൂ. കാരണം ആരൊക്കെ വെൽനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, വെൽനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് മാത്രമേ എത്ര ദിവസം ഇത് കഴിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ഇപ്പൊ നമ്മളൊരു അലോപ്പതി ട്രീറ്റ്മെന്റിന് പോകുന്ന ആള് വർഷങ്ങളായിട്ട് ബിപിയുടെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ ഒരാൾക്കും ഒരു കംപ്ലൈന്റോ പരാതിയോ ഇല്ല അല്ലെ? അവര് ചോദിക്കില്ല ഡോക്ടർ ഇത് എത്ര ദിവസം കഴിക്കണം, എത്ര ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്ന് ചോദിക്കില്ല. കാരണം എന്താ, അവർക്കും അറിയാം, ഡോക്ടർക്കും അറിയാം, ഇതിങ്ങനെ ലൈഫ് ടൈം ഇത് കഴിച്ചുകൊണ്ട് പോകാനേ പറ്റുള്ളൂ അല്ലെ? ഇനി ഈ ഗട്ടിന്റെ ഇഷ്യൂ മെയിൻലി നമ്മൾ പറഞ്ഞു, നമ്മളെ മൈൻഡ് കൊണ്ടും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം നമ്മള് കണ്ടീഷൻഡ് ആയിട്ടുള്ള കുറെ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ബിലീഫ്സും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതൊരു പരിധി വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗട്ടാർമി പോലെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത്, അത് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് ഗട്ട് ഹെൽത്തിലേക്ക് എത്തി നമുക്ക് മെന്റലിയും ഫിസിക്കലിയുമുള്ള ഒരു വെൽബീയിങ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ ഇതിന്റെ MRP വരുന്നത് 1199 രൂപയാണ് ഒരു ഗട്ടാർമിക്ക് വരുന്ന പ്രൈസ്. ബട്ട് നമുക്ക് ആ MRP പ്രൈസ് പോലും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 849 റുപ്പീസ് ആണ് നമ്മൾക്ക് വരുന്ന ഗട്ടാർമിയുടെ ഒരു പ്രോഡക്റ്റ് ഒരു ബോട്ടിൽ എടുത്താൽ വരുന്ന പ്രൈസ് വരുന്നത്. ഏതാണ്ട് 29% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഒരു ഗട്ടാർമി കിട്ടുന്നത്. ഇനി മിനിമം നമ്മൾ ഒരു 3 മന്ത്സിലേക്ക് വേണ്ടി കൺസ്യൂം ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതൊരു 3 ബോട്ടിൽ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് 2299 രൂപയാണ്. ഈ 2299 രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 36% MRP നിന്ന് നമ്മള് കൊടുക്കുന്ന ക്ലയന്റിന് ഡിസ്കൗണ്ട് കിട്ടും. അല്ലെങ്കിൽ 2 ബോട്ടിലാണെങ്കിൽ 1649 വരണുള്ളൂ, അതൊരു 31%ഓളം അതിന് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഗട്ടാർമി നിങ്ങൾ ഒരു 3 മന്ത്സ് കഴിക്കാൻ നമ്മളൊരു ക്ലയന്റിനെ അവെയർ ആക്കി കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരിക്കലും ഈ ഗട്ടാർമി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അവർ സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ഒരു ഗട്ടാർമി തീർന്നു കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യുന്ന ഒരു ക്ലയന്റ് പറയണത്, അയ്യോ 5 ദിവസമായിട്ട് വന്നിട്ടില്ലല്ലോ. കാരണം അവർക്കത് അതിന്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കി. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ അത് അറിഞ്ഞു കഴിക്കുന്നതും അറിയാതെ കഴിക്കുന്നതും രണ്ടും രണ്ടാണ്. നമ്മളത് അവെയർ ആക്കി, നമ്മൾ അവരൊരു പ്രൊഡക്റ്റ് ലവറാക്കി മാറ്റി, നമ്മളവരെ കമ്പല് ചെയ്യാതെ അവര് തന്നെ സ്വമേധയാ അത് കൺസ്യൂം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു 100 ഹെൽത്തി ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയൊരു മിഷൻ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു 100 ഹെൽത്തി ഫാമിലി എന്നുള്ളൊരു മിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് വരുന്ന ക്ലയൻസിനെ, അല്ലെങ്കിൽ നമ്മള് ഇത് നമ്മുടെ ആവശ്യകതയാണെന്ന് അവരിനെ കൊണ്ട് തന്നെ തോന്നിപ്പിച്ച് ഒരിക്കലും നമ്മളവരെ കമ്പല് ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി ഇത് കൂടാതെ നമ്മൾ ഇതിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ നമുക്ക് ഒരു കാര്യം കൂടി വേണമെങ്കിൽ അവരെ ധരിപ്പിക്കാം. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവണം, FMT എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്. അതായത് FMT എന്ന് കേൾക്കുമ്പോഴേക്ക് നല്ലതാണ്, നല്ല പേരാണ് FMT തെറാപ്പി എന്ന് പറയുന്നത്. ഇതൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഈ FMT എന്ന് പറഞ്ഞാല് ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് പേര്. ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ചുരുക്കി പറഞ്ഞാല് സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റേഷൻ. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്ലഡ് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ബ്ലഡ് കയറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പല ഓർഗനുകളും വേറൊരാൾക്ക് ഡൊണേറ്റ് ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് സ്റ്റൂളും ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഹെൽത്തി ഡോണറിൽ നിന്ന്. ഹെൽത്തി ഡോണർ എന്ന് പറഞ്ഞാല് അയാളുടെ സ്റ്റൂളില് ഈ പറയുന്ന ഗട്ട് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ലൈവ് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് ഉള്ള സ്റ്റൂൾ ആണെങ്കിൽ ആ സ്റ്റൂള് കളക്ട് ചെയ്ത് ആ സ്റ്റൂളിനെ സലൈൻ വാട്ടറിൽ മിക്സ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അത് നമ്മൾ ഒന്നുകിൽ നമ്മുടെ GI ട്രാക്റ്റിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ഒന്നുകിൽ ഇപ്പൊ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ലിക്വിഡ് ഫോമിലാണെങ്കിൽ നമ്മളത് ഏനസിലൂടെയാണ് നമ്മൾ ആ റിസിപ്പിയന്റിന്റെ ബോഡിയിലേക്ക് ഈ പറയുന്ന സ്റ്റൂള് നമ്മൾ കടത്തി വിടുന്നത്. ഇനി അത് കൂടാതെ നമ്മൾക്ക് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കൂടിയാണത്. നമ്മളിപ്പോ ഒരു ആളുടെ ഹെൽത്തി ഡോണറിന്റെ സ്റ്റൂള് ഫ്രോസൺ ഡ്രൈഡ് ആക്കിയിട്ട്, അതായത് അതിനെ തണുപ്പിച്ച് അതിനെ ഡ്രൈഡ് ആക്കിയിട്ട്
ക്യാപ്സൂൾ ഫോമിലാക്കും. ഈ ക്യാപ്സൂൾ ഫോമിലാക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന സ്റ്റൂൾ ക്യാപ്സൂൾ കഴിക്കേണ്ടത് നമ്മൾ വായിലൂടെ തന്നെയാണ് കഴിക്കേണ്ടത്. ഈ വായിലൂടെ ഇത് കഴിക്കുമ്പോൾ ഈ ടാബ്ലറ്റ് പൊട്ടുന്നൊന്നും പേടിക്കണ്ട. അത് എപ്പോ കോളനിൽ എത്തുന്നോ കോളനിൽ വെച്ച് മാത്രമേ അത് ബ്രേക്ക് ഡൗൺ ആയി ഈ പറയുന്ന ലൈവ് മൈക്രോ ഓർഗാനിസം ആ അൺഹെൽത്തി ഗട്ടുള്ള ഒരാളുടെ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ആവണേ ഉള്ളൂ. അപ്പൊ നമ്മള് ഈ പറയുന്ന സ്റ്റൂള് വിഴുങ്ങുന്നതിനേക്കാളും എത്രയോ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സീറോഹാം തന്നിട്ടുള്ള പ്രോബയോട്ടിക് പ്രീബയോട്ടിക് അല്ലെങ്കിൽ ഡെയിലി സിൻബയോട്ടിക് കഴിക്കുന്നതല്ലേ നല്ലത് എന്നുള്ളത് ആളുകൾക്ക് അവയർനെസ് കൊടുക്കണം. പ്രത്യേകിച്ച് മീൻസ് ഡെയിലി ആൽക്കഹോൾ ഉപയോഗിക്കുന്നവര്, ലിവർ ഇഷ്യൂ ഉള്ളവര്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളവരുടെ ബോഡിയിലേക്ക് ഈ പറയുന്ന പ്രോബയോട്ടിക്, ഈ പ്രോബയോട്ടിക് നമ്മുടെ ബോഡിയിൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഫുഡ് കഴിച്ചാലും നമ്മുടെ ബോഡിയിലേക്ക് വരാം. പക്ഷെ നമ്മൾ ആ ഫുഡിനോടൊപ്പം പലരും ഇപ്പോൾ ആൽക്കഹോൾ കൺസംഷൻ ഉള്ളവരാണെങ്കിൽ ഈ പറയുന്ന പ്രോബയോട്ടിക്സ് നശിച്ചു പോകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രോബയോട്ടിക് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ ലാബിലെ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഇടുകയാണെങ്കിൽ ആ ലാക്ടോബാസിലസ് അതിലും നശിച്ചു പോകും. പക്ഷെ നമ്മളുടെ എന്താ പറയാ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ടുള്ള ക്രിയേഷൻ ആണ് മനുഷ്യനല്ലേ. നമ്മളുടെ ഇതിനകത്തുള്ള നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിലൂടെ നമ്മളെ തൈര് കുടിക്കുമ്പോൾ വരുന്ന ലാക്ടോബാസിലസ് ഒന്നും നശിച്ചു പോവില്ല. അതെന്താണെന്ന് സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്നാ പറയണേ. സ്റ്റഡീസ് പറയുന്നത് ഈ സെയിം ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ് നമ്മൾ ലാബിലുള്ളത്, ഈ സെയിം ലാക്ടോബാസിലത്തിന് തന്നെയാണ് നമ്മൾ ആ HCl ഇടുന്നത്. ബട്ട് അത് ലാബിൽ വെച്ച് മരിച്ചു പോകുന്നുണ്ട്. ബട്ട് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിലൂടെ ട്രാവൽ ചെയ്യുന്ന ഈ മൈക്രോ ഓർഗാനിസംസ് നശിച്ചു പോകുന്നില്ല. അത് എന്താ പറയാ, പ്രപഞ്ചത്തിന്റെ ഒരു അത്ഭുത സൃഷ്ടിയാണ് ഹ്യൂമൻ എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ നമ്മൾ എന്തായാലും നമ്മളുടെ മൈൻഡും ഗട്ടും തമ്മില് അഭേദ്യമായ കണക്ഷൻ ഉണ്ട്. വയറിന്റെ ആരോഗ്യമാണ് മനസ്സിന്റെ സൗന്ദര്യം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എല്ലാവർക്കും അവയർനെസ് കൊടുക്കുക. ഇങ്ങനെ അവയർനെസ് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ അത് ഫീൽ ആവും. അതായത് ജസ്റ്റ് ഒന്ന് ഒരു ബോട്ടിൽ കൺസ്യൂം ചെയ്യാൻ മാത്രം നമ്മൾ അവരെ പഠിപ്പിച്ചാൽ മതി. അതിനുശേഷം അവര് തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് അവർക്ക് തന്നെ അതിൽ നിന്ന് ഫീൽ കിട്ടും. കാരണം ഒരു 4 days കഴിയുമ്പോൾ തന്നെ അവരുടെ മൂഡ് ഡിസോർഡറിന് നല്ല വ്യത്യാസം വരും. കാരണം ഈ പറയുന്ന പ്രോബയോട്ടിക് പ്രീബയോട്ടിക് കഴിച്ച് നറിഷായി ഈ പറയുന്ന സെറട്ടോണിൻ പ്രൊഡക്ഷൻ ഒക്കെ കൂടുമ്പോൾ ഈ 90% സെറട്ടോണിൻ പ്രൊഡക്ഷൻ നടത്തുന്നത് നമ്മളുടെ മൈക്രോ ബയോട്ട തന്നെയാണ്. അപ്പൊ ഈ മൈക്രോ ബയോട്ട ഇത് നടത്തുമ്പോൾ അവർക്ക് മൂഡ് ഡിസോർഡർ മാറുന്നു, അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും മാറുന്നു. അപ്പൊ ഇതുപോലെ നമ്മൾ അവർക്ക് തന്നെ റിസൾട്ട് വരുമ്പോൾ അവര് തന്നെ അത് ഓട്ടോമാറ്റിക് വാങ്ങി റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു ബോട്ടിൽ ഒരു ഫാമിലിയിൽ കൊടുത്താൽ ആ ഫാമിലിന്റെ റിസൾട്ട് അറിഞ്ഞ അടുത്ത ഫാമിലി ഓട്ടോമാറ്റിക് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന 100 ഹെൽത്തി ഫാമിലി എന്ന് പറയുന്ന മിഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഗട്ടാർമി എന്ന് പറയുന്നത് ഒറ്റ വെറൈറ്റി മാത്രമല്ല നമുക്കുള്ളത്. ഈ ഗട്ടാർമി തന്നെ നമുക്ക് ലീക്കി ഗട്ട് സിൻഡ്രോമിന് വേണ്ടിയിട്ടുള്ള ഗട്ടാർമി ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന 3 ടൈപ്പ് ഓഫ് ഗട്ടാർമിയാണ് നമുക്ക് സീറോഹാമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, ഈ IBS ഉള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഗട്ടാർമി ലീക്കി ഗട്ട് സിൻഡ്രോമിന്റെയോ അതുപോലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ബട്ട് ഏറ്റവും പ്രൈസ് കുറവും നമുക്ക് ഈ പറയുന്ന സിൻബയോട്ടിക് ഡെയിലി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് തന്നെയാണ്. അപ്പൊ നമ്മൾ അത് എല്ലാവരിലേക്കും എത്തിക്കുക. അതായത് നമുക്ക് ഒരു ഡിസീസ് ഉള്ള ആളുടെ പിന്നാലെ പോകുന്നതിന് പകരം നമ്മൾ എല്ലാവർക്കും ഹെൽത്ത് വേണം, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ആളുകൾ സബ് ഹെൽത്തിലുള്ളവരാണ്. അപ്പൊ ആ സബ് ഹെൽത്തിലുള്ളവരെ നമുക്ക് ഹെൽത്തി കാറ്റഗറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരെയും ഒരു ഗട്ടാർമി ഡെയിലി സിൻബയോട്ടിക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ കൺസ്യൂമേഴ്സ് ആക്കി മാറ്റുക. അപ്പൊ അവര് ആ പ്രൊഡക്റ്റിനെ ലവ് ചെയ്ത് കഴിക്കുമ്പോൾ അവർക്ക് റിസൾട്ടും കൂടുകയാണ്. കാരണം അവർ ഇഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കുക. അപ്പൊ അവർ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ബോട്ടം ഓഫ് ദി ഹാർട്ടിൽ നിന്ന് നമുക്ക് അതിനെ കുറിച്ചിട്ട് വാദോരാതെ അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഒരിക്കലും ഒരാൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളത് കൺസ്യൂം ചെയ്യാദ്യം. അതായത് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യേണ്ട സീറോഹാമിൽ നിന്ന് കിട്ടുന്ന 2 സപ്ലിമെന്റ് ആണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഒന്ന് ഗട്ടാർമിയും
പിന്നെ നമ്മൾ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റും. മഗ്നീഷ്യം ഗ്ലൈസിനേറ്റും ഈ പറയുന്ന ഗട്ടാർബിയും കൂടെ മാത്രം ഒരു ഹെൽത്തി ആൾക്ക് കൊടുക്കുക. കാരണം നമ്മൾ രോഗികളുടെ പിന്നാലെ പോകുന്നതിന് പകരം നമ്മൾ ഈ പറയുന്ന മഗ്നീഷ്യവും ഗട്ടാർബിയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറെ കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. ഇപ്പൊ കോൺസ്റ്റിപ്പേഷൻ, മഗ്നീഷ്യവും ഇതുകൂടെയുള്ള കോമ്പിനേഷൻ ആകുമ്പോൾ റിസൾട്ട് ഫാർ ബെറ്റർ ആയിരിക്കും. അതുകൂടാതെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉള്ളവർക്കും മഗ്നീഷ്യം വരുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും. അതിൽ മൂഡ് ഡിസോർഡർ ഉള്ളവർക്കും മഗ്നീഷ്യവും പറയുന്ന ഗട്ടാർബിയും കൂടെ കഴിക്കുമ്പോൾ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒത്തിരി പെട്ടെന്നായിരിക്കും റിസൾട്ട് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മഗ്നീഷ്യത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിച്ചുള്ളൂ. അപ്പൊ ഈ 2 പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇതും നമുക്ക് ഏറ്റെടുക്കാം. അതായത് ഓരോ ഫാമിലിയിലും അല്ലെങ്കിൽ ഓരോ ആളുകൾക്കും ഒരു മഗ്നീഷ്യവും ഒരു ഗട്ടാർബിയും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ പേഴ്സണലൈസ് ചെയ്തിട്ട് നമുക്ക് അവർക്കുള്ള എന്താണ് അവരുടെ ഹെൽത്ത് ഇഷ്യൂ എന്ന് പഠിച്ചിട്ട് മാത്രം നമുക്ക് ബാക്കിയുള്ള ഓരോ സപ്ലിമെന്റുകൾ അവർക്ക് നമ്മൾക്ക് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇത് കഴിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അവരുടെ ബേസ് ക്ലിയർ ആവുകയാണ് ചെയ്യുക. കാരണം അത്യാവശ്യം നല്ല ഉറക്കം കിട്ടുമ്പോൾ, കാരണം നമ്മൾ ആയുർവേദത്തിൽ പറയാറുണ്ട് അർദ്ധരോഗ ഹരിനിദ്ര എന്നാ പറയാ. അതായത് നന്നായിട്ട് ഉറങ്ങിയാൽ പകുതി രോഗം അവിടെ നിന്ന് മാറും, അല്ലെ? അപ്പൊ നമ്മള് ഉറങ്ങാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോ നമ്മുടെ ഗട്ട് ഹെൽത്ത് വരുമ്പോഴും നമ്മുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ആവും. അതിന്റെ കൂടെ മഗ്നീഷ്യം കൂടി കൊടുക്കുമ്പോൾ അതിന് ഡബിൾ ബെനിഫിറ്റാ. അപ്പൊ അതുപോലെ ഒരു ഹെൽത്തി സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫാമിലിനെ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ആ ഹെൽത്തി ഫാമിലിയിലൂടെ നമുക്ക് ഒരു ഹെൽത്തി സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പൊ ഇനി ഗട്ടാർബിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് എന്റെ സെഷൻ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സനൽ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. ആർക്കെങ്കിലും 1-2 പേർക്ക് ചോദിക്കാനുള്ള അവസരം തരാം. നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ നല്ല സെഷൻ ആയിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. താങ്ക് യു സനിൽ വൺസ് അഗെയിൻ. ആൻഡ് കാരണം ഗട്ടാർമി ഒരു ബേസിക് പ്രൊഡക്റ്റ് ആണ് എന്ന് നമുക്കറിയാമെങ്കിലും ഇത്രയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാവുന്ന ഗുണങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇതുപോലത്തെ സെഷൻസ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കോമ്പിനേഷനായിട്ട് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു ബേസിക് പ്രോഡക്റ്റ് നമ്മളെല്ലാവരുടെയും ആരോഗ്യത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഗട്ടാർമി എന്നുള്ള പ്രൊഡക്റ്റും മഗ്നീഷ്യം ഗ്ലൈസിനേറ്റും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ലൈഫ് തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഹെൽത്തി ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പല ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ഇത് എത്തിക്കുക. കാരണം അവയർനെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലത്തെ ഈ മീറ്റിങ്ങുകൾ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾ ആൾക്കാരെ പങ്കെടുപ്പിക്കുക. പല പ്രാവശ്യം ചിലപ്പോൾ ട്രൈ ചെയ്താലായിരിക്കും വരിക. പക്ഷെ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആൾക്കാർ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. ഇതൊന്നും ഇതുപോലത്തെ അറിവൊന്നും നമുക്ക് പുറത്തെവിടെയെങ്കിലും അങ്ങനെ പോയി കിട്ടുന്നതല്ല. കാരണം ഇതുപോലെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തി ഒരു 6-7 വർഷമായിട്ട് കമ്പ്യൂട്ടർ ഫീൽഡിൽ നിന്ന് IT ഫീൽഡിൽ നിന്ന് വന്ന് വെൽനസ് സ്വമേധയാ ഏറ്റെടുത്ത് ഇതിനകത്ത് നിരവധി സർട്ടിഫിക്കേഷൻസ് ബാക്കിലുള്ള സ്ക്രീനിൽ നോക്കി സ്ക്രീനിന്റെ ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പൊ ഇതൊരു വെറുതെ പറഞ്ഞല്ല, നിരന്തരമായിട്ടുള്ള അറിവ് സമ്പാദിച്ച് അത് മനസ്സിലാക്കി അതിൽ കൂടെ ജീവിച്ചിട്ടാണ് ഈ ഒരു കാര്യം നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നമ്മൾ അൺമ്യൂട്ട് ചെയ്യാം. സനിൽ ഐ തിങ്ക് എന്ന് തോന്നുന്നു ഗട്ടാർമി വളരെ നല്ല ക്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞ പല ഹെൽത്തിലുണ്ട്. വെരി ഗുഡ്. വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. സോ താങ്ക് യു വൺസ് അഗെയിൻ. നാളെ നമുക്ക് ഈവനിങ്ങിൽ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് കാണാം. സോ ഇതുപോലത്തെ എക്സ്പേർട്ടുകളാണ് നമ്മുടെ സീറോ ഹാം സർക്കിളിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇതാണ് ഗൈഡിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100 ഹെൽത്തി ഫാമിലീസിനെ ഇതെങ്കിലും ഇത്രയൊക്കെ അറിവും ഇത്രയൊക്കെ എക്സ്പെർട്ടീസുള്ള ആൾക്കാർ ഇത്രയും നല്ല പ്രൊഡക്റ്റുകളും വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മളുടെ ഒരു എന്താ പറയുക ഉദാസീനത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഇതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക, ട്രൈ ചെയ്യുക. നല്ല ആരോഗ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ നമുക്ക് ശ്രമിക്കാം. ഗട്ടാർമി ഇന്ന് കഴിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യം എല്ലാ ദിവസവും നമുക്ക് ചോദിക്കാം. എത്ര വയസ്സ് വരെ കൊടുക്കാന്ന് ആരൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിത് ഒരു ഗുളിക വിഴുങ്ങാനായിട്ടുള്ള ഏജ് എത്രയാണോ, കാരണം ചില കുട്ടികൾ ചെറുതിലെ ടാബ്ലറ്റ്സ് വിഴുങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കാം. അപ്പൊ ആർക്കൊക്കെ ഇത് വിഴുങ്ങി കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ പറ്റുമോ ആ ഏജ് മുതൽ ആർക്ക് വേണമെങ്കിലും കഴിക്കാം. കാരണം എല്ലാവർക്കും അത്യാവശ്യമാണ് ഗട്ട് ഹെൽത്ത്. അതിന് ഏജ് ലിമിറ്റ് ഏജ് ബാർ ഒന്നുമില്ല.
ഓക്കെ, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്ന് വരെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും നാൾ ഇത് കഴിക്കുക. അതുകൊണ്ട് തന്നെ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ഒരു കാര്യമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇത് കഴിക്കുക. കാരണം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണം നിങ്ങൾക്ക് അറിയാം. സ്വന്തം ഫാമിൽ നിന്നുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ നാനോ ഫോർമുലേറ്റഡ് ഇൻഗ്രീഡിയൻസ് ആണ്. സീലിയം മസ്ക് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു പ്രീബയോട്ടിക് ആണ്. അപ്പൊ അതൊക്കെ ശരിക്കും ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. സോ താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നിർത്താം. സോ നമുക്ക് എല്ലാവർക്കും സീറോ ഹാം നന്ദി അറിയിക്കാം. താങ്ക് യു ആൻഡ് താങ്ക്സ്. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു സനിൽ വൺസ് അഗൈൻ. ഗുഡ് നൈറ്റ്. താങ്ക് യു. രാവിലെ എയറോബിക് സെഷൻ എല്ലാവരും കാണണം. ഇതും അതിന്റെ ഭാഗമാണ്. ഗട്ടൊക്കെ ശരിയാകണമെങ്കിൽ നമ്മുടെ ആരോഗ്യം നന്നാണെങ്കിൽ നമ്മുടെ ഫിറ്റ്നസും വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, സി യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു.